بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നാം എല്ലാവരെയും അല്ലാഹു ഇഹത്തിലും പരത്തിലും രക്ഷിക്കട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 17-ാമത്തെ ആയത്ത്, ഗാശിയ സൂറത്തിൽ നിന്നുള്ള 17-ാമത്തെ ആയത്താണ് ഞാൻ എടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഈ വീഡിയോ 194 ഇതിലും ഗാശിയ സൂറത്തിന്റെ 17-ാമത്തെ ആയത്താണ്. മൊത്തം 26 ആയത്താണുള്ളത്. അതിലിപ്പോൾ നമ്മൾ 17 വരെ എടുത്തു, 16 വരെ എടുത്തിട്ടുണ്ട് മുമ്പ് 2 വീഡിയോകളിലായി. 3-ാമത്തെ വീഡിയോ 17 മുതൽ 9 ആയത്തുകൾ. അത് ഇൻഷാ അല്ലാഹ് ഈ ഇതോടുകൂടി ഈ സൂറത്ത് അവസാനിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫലാ ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. ഇത് ഗാശിയ സൂറത്താണ്. ആയല സബ്ബിസ്മ റബ്ബിക്കൽ ആയലയും ഹല്ലത്താക്ക ഹദീസുൽ ഗാശിയയും ജുമാഅയുടെ ജുമാസ്കാരത്തിൽ ഓതൽ സുന്നത്തായ ആയത്തുകളാണ്. ഇത് പ്രത്യേകം ഹദീസിൽ വന്ന കാര്യമാണ്. പിന്നെ അതുപോലെ ജുമാഅ വ്യാഴാഴ്ച രാത്രിയിലുള്ള ഇശാനസ്കാരത്തിൽ ഈ സബ്ബിസ്മയും ഹല്ലത്താക്കയുമാണ് ഓതേണ്ടത്. അതുപോലെ വിത്ർ നമസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തിൽ ഒന്നാമത്തേതിൽ ഓതേണ്ടത് സബ്ബിസ്മ റബ്ബിക്കൽ അഅല, പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 3 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 3-ാമത്തെ റക്അത്തിൽ ഒറ്റ റക്അത്താണ്. ആ വിത്ർ നിസ്കരിക്കുമ്പോൾ ഓതേണ്ടത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ അൽഹത്താക്ക ഹദീസുൽ ഗാശിയ, സബ്ബിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്തുകൾ ഓതുന്നതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ്. കൂട്ടത്തിൽ മറ്റതും പറഞ്ഞത് മാത്രം. അപ്പോൾ അതെല്ലാം ഓതൽ പ്രത്യേക സുന്നത്താണ്. അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന കാര്യമാണ്. ഏതായാലും 17-ാമത്തെ ആയത്ത്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അഫലാ യൻദുറൂന, അഫലാ യൻദുറൂന, അവർ നോക്കുന്നില്ലേ. എവിടേക്ക് നോക്കുന്നില്ലേ? അവർ നോക്കി ചിന്തിക്കുന്ന വിധത്തിൽ അവർ നോക്കുന്നില്ലേ. ഇലൽ ഇബ്ലി, ഒട്ടകത്തിലേക്ക്. കൈഫ ഖുലിഖത്, എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അവർ നോക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഒട്ടകത്തെ മാത്രം എടുത്തു പറഞ്ഞു ജീവികളിൽ. ഫഇന്നഹ, അത് അതിൻ്റെ തഫ്സീർ, ഫഇന്നഹ, അത് ഈ ഒട്ടകം എന്ന് പറയുന്ന മൃഗം ഖൽഖുൻ അജീബൻ, ഒരു ആശ്ചര്യകരമായ ഒരു സൃഷ്ടിയാണ്. തർക്കീബുഹ ഗരീബുൻ, അതിൻ്റെ അവയവ ഘടനയും ആശ്ചര്യമാണ്. ഫഇന്നഹ ഫി ഗായത്തിൽ ഖുവ്വ വശിദ്ദ, നല്ല ശക്തിയുള്ള നല്ല ബലമുള്ള ശരീരമുള്ള
വസ്തുവാണ്, മൃഗമാണ് ഒട്ടകം എന്ന് പറയുന്നത്. വഹിയ മായതാലിക്ക, ഇതെല്ലാം ഉള്ളതിനോടുകൂടെ തലീനു ലിൽഹംലി സഖീൽ, അത് വലിയ ഖനമുള്ള ഭാരങ്ങൾ വഹിക്കാൻ അതിന് കഴിയും. തെന്നില്ലാവ തങ്കാതു ലിൽ ഖാഇദിൽ ലഈഫി, ഇതിന്റെ ഇടയനുണ്ടല്ലോ, ഈ ഇടയന് അത് എല്ലാ കാര്യങ്ങളിലും വഴിപ്പെടും. പിന്നെ ഇതിന്റെ മാംസം ഭക്ഷിക്കാം, അതിന്റെ പാല് നമുക്ക് കുടിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒട്ടകത്തിനുണ്ട്. ഒട്ടകത്തിൻ്റെ അകത്തൊരു സഞ്ചിയിൽ എത്രയോ മാസങ്ങൾ പോലും അവശേഷിപ്പിക്കുന്ന യാതിയിലുള്ള വെള്ളം നിറച്ചുകൊണ്ട് ആ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒട്ടകങ്ങൾക്കൊക്കെ 2 മാസത്തിന് വെള്ളം പിന്നെ ആവശ്യമില്ല. 2 മാസത്തോളം ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ അകത്തുള്ള സഞ്ചിയിൽ നിക്ഷേപിക്കുന്ന വെള്ളം. ഇങ്ങനെ എല്ലാ നിലയിലും ഒട്ടകം ഒരു സാധാരണ മൃഗമായിട്ടല്ല കണക്കാക്കുന്നത്, അസാധാരണ മൃഗമാണ്. അതിൻ്റെ സൃഷ്ടി, അതിൻ്റെ ശരീരഘടന ഇതെല്ലാം വളരെയധികം ശക്തവും അതികഠിനവും ഒക്കെയാണ്. ആശ്ചര്യകരമായ ശരീരഘടനയുള്ള ഒരു സൃഷ്ടിയാണ് ഒട്ടകം. അതുകൊണ്ട് ഈ ഒട്ടകത്തെ സംബന്ധിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, എങ്ങനെയാണ് അതിന് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. അഫല യൻദുറൂന, അവർ ചിന്തിക്കുന്നില്ലേ? അവരെന്ന് പറഞ്ഞത് മക്കയിലുള്ള മുശ്രിക്കുകൾ. ഇവർക്ക് അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമില്ല. അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമില്ല, തൗഹീദ് അവർക്ക് ഇല്ലാത്തവരാണ്. അപ്പോൾ അവർക്കൊന്നുകിൽ നിരീശ്വരത്വം അല്ലെങ്കിൽ യുക്തിവാദം ഇതിലടങ്ങിയ തത്വങ്ങളനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരെയാണ് ഉണർത്തുന്നത്, ഒട്ടകത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയും എന്ന്. അള്ളാഹു എങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചത്? പിന്നെ പറയുന്നത് വിലസമായി കൈഫറുഫിയാത്ത്, ആകാശത്തിലേക്ക് നോക്കൂ, എങ്ങനെയാണ് അതിനെ ഈ നിലയിലെല്ലാം ഉയർത്തി വെക്കപ്പെട്ടത്. ഒരു തൂണുകൾ കാണുന്ന ഒരു തൂണില്ലാത്ത ബിഗൈരി അഹ്മദിൻ തറവുനഹ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പില്ലറൊന്നും ഇല്ലാതെ കണ്ട് ഈ ആകാശത്തെ ഇങ്ങനെ ഒരു സഖഫായിക്കൊണ്ട് ഇങ്ങനെ നിലനിർത്തുന്നുള്ളതാണ് വലിയ കഴിവന്നത്. വിലസമായി കൈഫറുഫിയാത്ത്, എങ്ങനെയാണ് ഇത് ഇത്ര വലിയൊരു ആകാശത്തെ ഇങ്ങനെ ഉയർത്തി വെക്കപ്പെട്ടത്? എങ്ങനെ? തൂണാണെങ്കിൽ ഇല്ല, തൂണുണ്ടായാൽ തന്നെ അത് നടക്കുന്ന കാര്യമാണ്. അഫലം യൻദുറു ഇലസ്സമായി ഫൗഖഹും കൈഫ ബനൈനാഹ വസയ്യന്നാഹ മാലഹ മിൻ ഫുറൂജ് എന്ന് മറ്റൊരായത്തിലുണ്ട്. അഫലം യൻദുറു ഇലസ്സമായി, ഈ സത്യനിഷേധികള് ചിന്തിക്കുന്നില്ലേ, നോക്കുന്നില്ലേ ഇലസ്സമായി ആകാശത്തെ? അവരുടെ ഫൗഖഹും അവരുടെ മേലെയുള്ള ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ? കൈഫ ബനൈനാഹ, എങ്ങനെയാണ് നമ്മൾ അതിനെ നിർമ്മിച്ചത് എന്നുള്ളത് അവർ നോക്കി ചിന്തിക്കുന്നില്ലേ? വസയ്യന്നാഹ, അതിനെ അലങ്കരിച്ചതും, മാലഹാമിൻ ഫുറൂജ്, അതിനൊരു വിടവുകളോ ഒരു കുഴപ്പങ്ങളോ ഇല്ലാത്ത നിലയിൽ ആകാശത്തെ ഭംഗിയാക്കി അള്ളാഹു അതിനെ നിലനിർത്തി, ഉയർന്ന നിലയ്ക്ക് അതിനെ നിലനിർത്തി. ഇതിനെ പറ്റി അവർ ചിന്തിക്കുന്നില്ലേ എന്നാണ് ഇവിടെ പറഞ്ഞ ആയത്ത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത്, ആകാശത്തെ എങ്ങനെയാണ് ഇത്രയും ഉന്നതിയിൽ നിർത്തപ്പെട്ടത് എന്ന് അവർ ചിന്തിക്കുന്നില്ലേ? പിന്നെ പറയുന്നത് വൈലൽ ജിബാലി കൈഫ നുസിബത്ത്, വൈലൽ ജിബാലി, പർവ്വതത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? കൈഫ നുസിബത്ത്, എങ്ങനെയാണ് അതിനെ അവിടെ സ്ഥിരപ്പെടുത്തപ്പെട്ടത് എങ്ങനെയാണ് എന്ന്. കൈഫ നുസിബത്ത്, എങ്ങനെയാണ് അതിനെ നാട്ടപ്പെട്ട് ജുഅലത്ത് മൻസൂബത്തൻ, അതിന് നാട്ടപ്പെട്ട് കഴിഞ്ഞു ഈ പർവ്വതത്തെ. ഫഇന്നഹാ സാബിത്തത്തുൻ റാസിയത്തുൻ, അള്ളാഹു അവിടെ ആണി അടിച്ചു ഉറപ്പിച്ചതുപോലെയാണ് പർവ്വതം ഭൂമിയിൽ. ലഅല്ലാ തമീദ ബിഹിമുൽ അർള് ബിഅഹ്ലിഹാ, ജനങ്ങളെ അതില് ഭൂമിയിൽ വസിക്കുന്ന ജനങ്ങൾക്ക് ഭൂമിക്ക് ആട്ടം വരാതിരിക്കാൻ വേണ്ടി ആണിയായിട്ട് ഉറപ്പിച്ചു
അലം വൽജിബാല ഔത്താദ എന്ന അലം നജാലിലുള്ള മിഹാദ വൽജിബാല ഔത്താദ, പർവ്വതങ്ങളെ നമ്മൾ ആണിയാക്കിയില്ലേ എന്ന് നബഅ സൂറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൽഖാരിയത്തുൽ ഖാരിയ മാദ്രാക്കൽ ഖാരിയ യൗമ യകൂനുൻ നാസു വതകൂനുൽ ജിബാൽ, പർവ്വതത്തെ പറ്റി പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഉറച്ചു കിടക്കുന്ന ഈ പർവ്വതം അവസാന നാളിൽ അത് പൊടി ധൂളമായി പോകും എന്നാണ് പറഞ്ഞത്. ഏതായിരുന്നാലും ഈ പർവ്വതത്തെ ഇങ്ങനെയെല്ലാം ഉറപ്പിച്ചു നിർത്തി ഭൂമിയിൽ. പിന്നെ വൈലല്ലാതെ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, കൈഫസുത്യഹത്തെ എങ്ങനെയാണ് അതിനെ പരത്തപ്പെട്ടത്. വിശാലമായ ഭൂമി, ആ ഭൂമിയെ ഇത്രയും വിശാലമാക്കിയത് എങ്ങനെയാണ് എന്നുള്ളത് ഇതൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ചിന്തിക്കാൻ മാത്രമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കുദറത്തുകളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ഇനി റസൂലിനോട് പറയാണല്ലോ തആല ഫദക്കിർ, ആയതുകൊണ്ട് പ്രവാചകരെ നിങ്ങൾ ഉദ്ബോധനം ചെയ്യുക, നിങ്ങൾ ഉപദേശിക്കുക ഈ ജനങ്ങളെ. ഇന്നമാന്ത, തീർച്ചയായും നിങ്ങൾ അല്ല, മുദക്കിറും ഒരു ഉത്ബോധകൻ ഒഴികെയല്ല, ഉത്ബോധകൻ മാത്രമാണ് നിങ്ങൾ ഉത്ബോധനം നടത്തണം. അവരെ ഉത്ബോധനം കൊണ്ട് അവർക്ക് ഫലം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഫദക്കിർ ഇന്നമാന്ത മുദക്കിർ, ഫദക്കിർ ഉത്ബോധനം നടത്തുക, ഇന്നമാന്ത മുദക്കിർ നീ ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം നീ അല്ല അവരുടെ മേൽ ബിമുസൈത്തിരിൻ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ആളല്ല, അധികാരപൂർവം കാര്യങ്ങൾ നടത്തുന്ന ആളല്ല, അങ്ങനെ അധികാരം പ്രയോഗിച്ച് കാര്യങ്ങൾ നടത്തുന്ന ആളല്ല. നീ ചെയ്യേണ്ടത് നീ ഉത്ബോധകൻ. ഇന്നമാ അന്ത ദക്കിർ ഇന്നമാ അന്ത മുദക്കിർ, നീ ഉത്ബോധകൻ മാത്രമാണ്, അതുകൊണ്ട് അവരെ ഉപദേശിക്കുക. ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ ഇല്ലാ പക്ഷേ, ഇല്ലാ മൻ തവല്ല, ഇല്ല പക്ഷേ മൻ തവല്ല ആരെങ്കിലും പിന്തിരിഞ്ഞാൽ, വകഫറ ആരെങ്കിലും അവിശ്വസിച്ചാൽ, ഇല്ല പക്ഷേ മൻ തവല്ല ആരെങ്കിലും പിന്തിരിഞ്ഞാൽ, ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുക, വകഫറ അവൻ അവിശ്വാസിയാവുകയും ചെയ്യുക, അവിശ്വാസത്തോടുകൂടെ പിന്തിരിഞ്ഞു പോവുക. അങ്ങനെ ചെയ്താൽ ഫയുഅദ്ദിബുഹുല്ലാഹു അള്ളാഹു അവനെ ശിക്ഷിക്കും. അൽ അദാബൽ അക്ബർ വലിയ നിരക്കുള്ള ശിക്ഷയാണ് അവന് ശിക്ഷിക്കുക. അതുകൊണ്ട് അപ്പൊ 24-ാമത്തെ ആയത്ത് വരെയാണ് ഈ പറഞ്ഞത്. ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, അള്ളാഹു അവനെ ശിക്ഷിക്കും. അൽ അദാബൽ അക്ബർ വലിയ നിലയിലുള്ള ശിക്ഷയാണ് അവന് നൽകുക. 25-ാമത്തെ ആയത്ത് ഇങ്ങനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴാണത്? ഇന്നയിലൈന ഇയാബഹും, തീർച്ചയായും നമ്മളിലേക്കാണ് ഇയാബഹും, ഇയാബ് മടങ്ങി ചെല്ലുന്നത് നമ്മളിലേക്കാണ്. അപ്പോൾ നമ്മൾ ശക്തിയായ നിലക്ക് ശിക്ഷിക്കും. സുമ്മ ഇന്ന അലൈന, അങ്ങനെ മടങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബാധ്യതയാണ് ഹിസാബഹും, അവരെ വിചാരണ ചെയ്യൽ. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, പിന്നെ അവരെ വിചാരണ ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അവർക്ക് വിചാരണയിൽ അവരുടെ കാര്യം എങ്ങനെയാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ശിക്ഷിക്കും. അപ്പൊ യുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ വലിയ ശിക്ഷയാണ് കൊടുക്കുക. വലിയ ശിക്ഷ എന്ന് പറയാൻ കാരണം അവര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടുന്നത്ര ഉത്ബോധനം നടത്തി. ഈ പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് നോക്കാൻ പറഞ്ഞു, ചിന്തിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് ഒട്ടകമാവുന്ന മൃഗത്തെ സൃഷ്ടിച്ചത് എന്ന്. പിന്നെ പറഞ്ഞത് ആകാശത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്നത് അള്ളാഹു എന്നുള്ളത്. പിന്നെ പറഞ്ഞത് പർവ്വതത്തെ എങ്ങനെയാണ് അതിനെ ഭൂമിയിൽ ആണിയടിച്ച് നാട്ടപ്പെട്ടതുപോലെ അതിനെ സ്ഥിരപ്പെടുത്തി വെക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കണം.
ഇതൊക്കെ പറഞ്ഞ് ഭൂമിയെ ഇത്രയും ഈ നിലയിലെല്ലാം പരത്തി വിശാലമാക്കിയത് എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കാൻ പറഞ്ഞു. അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. ചിന്തിക്കാതെ അവരെല്ലാം പിന്നെ ധിക്കാരത്തിൽ നീങ്ങുകയാണ്. ഇങ്ങനെ ധിക്കാരത്തിൽ നീങ്ങുമ്പോൾ അവർക്ക് പിന്നെ കിട്ടേണ്ട ശിക്ഷ വലിയ ശിക്ഷയല്ലേ. ആ ശിക്ഷ അല്ലാഹു ശിക്ഷിക്കും. അത് നമ്മളിലേക്ക് മടങ്ങി വന്നാൽ വിചാരണ ചെയ്തിട്ട് ശിക്ഷ നമ്മൾ നൽകും എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ 26 ആയത്തും കഴിഞ്ഞു. ഇത് ഈ റാഷിയ സൂറത്ത് 3 വീഡിയോകളാണ്. 8 വരെ 1, 16 വരെ 2, 16 മുതൽ 17 മുതൽ 26 വരെ 3 വീഡിയോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് കൊണ്ട് ഇതിൽ പറഞ്ഞ തത്വങ്ങൾ അനുസരിച്ച് നമുക്ക് അമല് ചെയ്യുവാനും ഇതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ എടുക്കുന്ന എല്ലാ സൂറത്തുകളും അള്ളാഹുവിൻ്റെ ആ ആജ്ഞകളനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. പടച്ചവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്ത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറയുന്ന സൂറത്താണ്. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞാൽ അതെടുക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.